അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1337. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫുലാനൻ, നിശ്ചയമായും ഇന്നാലിന്ന വ്യക്തി, യുസല്ലി മിനൽ ലൈലി, അദ്ദേഹം രാത്രിയിൽ നിസ്കരിക്കുന്നു, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഫൈദ അസ്ബഹ, അദ്ദേഹം പ്രഭാതത്തിലായാൽ അല്ലെങ്കിൽ പ്രഭാതത്തോടടുത്താൽ, സറഖ, അദ്ദേഹം മോഷ്ടിക്കും. രാത്രിയിൽ നിസ്കാരമൊക്കെ ഉണ്ട്, തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം സുബഹിയോടടുത്താൽ അദ്ദേഹം മോഷ്ടിക്കാൻ ഇറങ്ങും, കളവ് നടത്തും. ഫഖാല, അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയൻഹാഹു മാ തഖൂൽ, ആ നിസ്കാരം, നിങ്ങൾ പറയുന്ന ആ കാര്യത്തെ തൊട്ടത് തടയുക തന്നെ ചെയ്യും. അദ്ദേഹം നിസ്കരിക്കുന്നു, അതോടുകൂടെ തിന്മ ചെയ്യുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായും നിസ്കാരം അതവന് വേണ്ടാത്തരങ്ങളിൽ നിന്നും എല്ലാ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും അവനെ തടഞ്ഞു നിർത്തുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ നിസ്കരിക്കുന്ന ഒരാൾ എങ്ങനെ മോഷ്ടിക്കും? അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ, തീർച്ചയായും ആ നിസ്കാരം അവനെ തടയുക തന്നെ ചെയ്യും. അപ്പോൾ കൃത്യമായി നമ്മൾ നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ ആ നിസ്കാരം നമ്മൾ ഒരുപാട് തിന്മയിൽ നിന്ന് തടയും. പുരുഷന്മാരാണെങ്കിൽ കൃത്യമായി പള്ളിയിൽ ജമാഅത്തിലെത്തുക, സ്ത്രീകൾ കൃത്യമായി നിസ്കാരം ഖളാ ആക്കാതെ വീട്ടിൽ നിന്ന് എല്ലാ ഫർളുകളും സുന്നത്തുകളൊക്കെ പാലിച്ച് നിസ്കരിക്കുക. ഇങ്ങനെ നാം നിസ്കാരം കൃത്യമായി നാം ശീലിക്കുകയും നമ്മുടെ മക്കളെ ശീലിപ്പിക്കുകയും ചെയ്താൽ ആ മക്കൾ ഒരിക്കലും വേണ്ടാത്തതിന് അഡിക്റ്റാവൂല. ആ നിസ്കാരം അവനെ തടയുക തന്നെ ചെയ്യും. നിസ്കാരങ്ങൾ തുടങ്ങുമ്പോഴേക്ക് തിന്മയിൽ നിന്ന് മാറും എന്നല്ല ഇതിനർത്ഥം. നിസ്കാരം കൃത്യമായ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായും പതുക്കെ പതുക്കെ അവൻ തിന്മയിൽ നിന്നൊക്കെ മാറി അവൻ്റെ മനസ്സിന് മാറ്റം വന്ന് അവൻ നല്ലൊരു ജീവിതത്തിന് കാരണമാവും. അപ്പോൾ നിസ്കാരം നമ്മൾ കൃത്യമായി നിലനിർത്തണം. അത് വേണ്ടാത്തരങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് സുബഹിയൊന്നും ഖളാ ആക്കി കിടന്നുറങ്ങുന്ന സ്വഭാവം ഉണ്ടാകരുത്. സുബഹിയൊക്കെ കൃത്യമായി നിസ്കരിച്ചാൽ ബാക്കിയുള്ള നിസ്കാരമൊക്കെ റൂട്ടിലായിക്കോട്ടെ. അങ്ങനെ എല്ലാ നിസ്കാരവും കൃത്യമായി നിർവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.